അപ്പം ഞാനിപ്പോൾ വന്നേക്കുന്നത് വില്ലി ബിഷപ്പ് എയർപോർട്ടിലാണ്. 5 വർഷമായി കാനഡയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാലും ഇങ്ങനൊരു എയർപോർട്ട് ഉണ്ട് എന്ന് ഈ കഴിഞ്ഞിടയ്ക്കാണ് ഞാൻ അറിയുന്നത്. സോ വെൻ ഐ സെർച്ച് ഫോർ മൈ ഫ്ലൈറ്റ് ഫ്രം ടൊറൻറ്റോ ടു ആൽബർട്ട, എനിക്ക് കുറേ അധികം ഓപ്ഷൻസ് കിട്ടി. അതിൻ്റെ അകത്ത് എനിക്ക് എൻ്റെ ബാഗേജ് അലവൻസും പിന്നെ ആ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ റാൻഡംലി ഒരു ടിക്കറ്റ് അങ്ങ് എടുക്കുകയായിരുന്നു. ബിക്കോസ് എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ 2 എയർപോർട്ട് ടൊറൻറ്റോയിൽ ഉണ്ട് എന്നുള്ള ഒരു സാധനം എനിക്കറിയത്തില്ലായിരുന്നല്ലോ. സോ അങ്ങനെ റാൻഡമായിട്ടൊരു ടിക്കറ്റ് എടുത്തു. ആൻഡ് ലൈക്ക് ആഫ്റ്റർ ഐ ഗോട്ട് ദ കൺഫർമേഷൻ ആൻഡ് എവറിത്തിങ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഈ PDF എടുത്ത് നോക്കിയപ്പോഴാണ് വില്ലി ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, വൈ ഇസ് ഇറ്റ് നോട്ട് റിട്ടൺ ലൈക്ക് ടൊറൻറ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ട്? സാധാരണ അങ്ങനെയാണല്ലോ വരാറ്. എന്നിട്ട് ഞാൻ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ വില്ലി ബിഷപ്പ് എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് എയർപോർട്ട് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ റീഡിങ് ലൈക്ക് സോ മെനി ഗൂഗിൾ സ്റ്റഫ് ആൻഡ് എവറിത്തിങ്, എയർപോർട്ടിൽ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഒരു ഫെറി കയറണം. ഇറ്റ്സ് ലൈക്ക് ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമാണ്. ഒരു റിവർ പാസ് ചെയ്ത് അപ്പുറത്ത് പോയാൽ മാത്രമേ ആ എയർപോർട്ടിൽ ചെല്ലാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻഫർമേഷൻ നമ്മൾ കാണുന്നത്. സോ ഐ വാസ് സോ ഡാം കൺഫ്യൂസ്. ലൈക്ക് ഇതെങ്ങനെ അവിടെ ചെല്ലും, ഇതിനെപ്പറ്റി ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സോ ഇതെങ്ങനെയായി തീരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്യാവശ്യം നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് ഒരു 1.5 എക്സ്ട്രാ സമയം കിട്ടും, 1.5 hour എക്സ്ട്രാ സമയം കിട്ടുന്നത് പോലെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്. ബിക്കോസ് ഈ ഫെറി കയറി ഇറങ്ങുന്ന സംഭവമൊക്കെ ആദ്യമായിട്ടായതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് നമുക്കറിയത്തില്ലല്ലോ. സോ ആഫ്റ്റർ ലൈക്ക് ഡ്രൈവിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത് ടു ദിസ് പാർക്കിംഗ് ലോട്ട് ആൻഡ് വാട്ട് എവർ, ഞാൻ ഈ പാർക്കിംഗ് സംഭവം കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ഒരു കൗണ്ടറുണ്ട്, നമ്മൾ അവിടെ വണ്ടിയുമായിട്ട് ചെന്നിട്ട് നമ്മുടെ പാർക്കിംഗ് പാസ് എടുക്കണം. ആ പാർക്കിംഗ് പാസ് എടുത്തിട്ട് നേരെ നമ്മൾ ചെല്ലുന്നത് ഈ ഫെറിയുടെ എൻട്രൻസിലാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഫെറിയാണ്. അപ്പം നമ്മൾ ഫെറിയിലോട്ട് നമ്മുടെ വണ്ടി കയറ്റുന്നു. ഐ ഗെസ് അറ്റ് എ ടൈം 2 കാർ മാത്രമേ ഈ ഫെറിയിൽ കയറാൻ പറ്റുള്ളൂ. ഒത്തിരി ട്രാവൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല, ലിറ്ററലി ലൈക്ക് 1 minute ഓർ സംതിങ്, ലെസ് ദാൻ എ മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയത്തിനുള്ളതേ ഉള്ളൂ ഈ റിവർ അല്ലെങ്കിൽ ഈ ലേക്ക് എന്ന് പറയുന്നത്. അത്രയത്തിനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഐ മീൻ ഇറ്റ് വാസ് സംതിങ് ന്യൂ. ഇറ്റ് വാസ് നോട്ട് സ്കെയറി. സംഭവം എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇറ്റ് ഫെൽ സോ സിമ്പിൾ, ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ബിഗ് ഓഫ് എ ഡീൽ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അത്ര വലിയ എയർപോർട്ടൊന്നും അല്ല, സ്പെഷ്യലി എനിക്കൊന്നും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണ് കൂടുതലും. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈവൻ ഇൻസൈഡ് ആണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും ഒത്തിരി പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. ചെറിയൊരു ഏരിയ ആണ്, ലൈക്ക് ടൊറൻറ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ട് പോലെ ഒരു വാസ്റ്റ് ഒരു പാർക്കിംഗ് ഏരിയ ഒന്നും അല്ല. എല്ലാം ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു പാർക്കിംഗ്, ഒരു ചെറിയൊരു മോളിൻ്റെ ഒരു പാർക്കിംഗ് ലോട്ടൊക്കെ പോലെ. അത്യാവശ്യം സിമ്പിൾ ലേ ഔട്ട് ആയിരുന്നു. ഇറ്റ് വാസ് നോട്ട് കൺഫ്യൂസിങ് അറ്റ് ഓൾ. എല്ലാം സ്ട്രേറ്റ് ടു ദ പോയിന്റ് ആയിരുന്നു. ലൈക്ക് ഗേറ്റ് ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും എല്ലാം ഭയങ്കര സിമ്പിളായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഓബിയസ്ലി നോട്ട് ലൈക്ക് എൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പം അത് നമ്മുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗേറ്റിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ഞാൻ ഓൾറെഡി ഭയങ്കര നേരത്തെ ആണല്ലോ വന്നത്. ലൈക്ക് 1.5 hour നേരത്തെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. അതുകൊണ്ട് ഒത്തിരി സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ബോർഡിങ് സ്റ്റാർട്ടായത്. ഹായ്, സോ ഇറ്റ്സ് മൈ ഫസ്റ്റ് ഡേ ഇൻ എഡ്മണ്ടൺ. ഞാനിപ്പം നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആൽബർട്ടയ്ക്ക് മൂവ് ചെയ്യാണ് എന്ന്. കറക്റ്റ് സ്ഥലം പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആൽബർട്ടയിൽ എഡ്മണ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. 15 മിനിറ്റിൻ്റെ സമയമുണ്ട്. 15 മിനിറ്റിൽ ഞാൻ ഒരുങ്ങിയിട്ട് എനിക്കൊന്ന് പുറത്ത് പോകണം. ഉറക്കം ശരിയായോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഉറക്കം സൈക്കിൾ ലൈക്ക്
നന്നായിട്ട് ബോറായിട്ടുണ്ട്. രാവിലെ ഞാനൊരു ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു 9-9:30 ആയപ്പോൾ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് ഒരു 2 ആഴ്ചത്തേക്കല്ലോ. എന്നിട്ട് എനിക്ക് വേറൊരു അക്കോമഡേഷൻ തപ്പിയിട്ട് ജൂലൈ 1st വീക്ക് തൊട്ടിട്ട് എനിക്ക് അവിടെ താമസിക്കണം. അങ്ങനെ ഞാനപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൻറ്റിയും ആൻറ്റിയുടെ ഹസ്ബൻഡും കൂടെ ഓൺ ചെയ്യുന്നൊരു ഫ്രാഞ്ചൈസി ഉണ്ട്. അങ്ങോട്ടൊന്ന് പോകണം, എനിക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് കാണണം എന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് ഞാൻ ലണ്ടനിൽ വെച്ചിട്ടൊരു ലൈക്ക് അക്കോമഡേഷൻ തപ്പിയിട്ടുണ്ടായിരുന്നു ആൽബർട്ടയിൽ. അപ്പം എനിക്കൊരു അക്കോമഡേഷൻ ലൈക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് എനിക്ക് കണ്ടുപിടിച്ചൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് പോയി കാണണം എന്നുണ്ടായിരുന്നു നേരിട്ട്. ലൈക്ക് ത്രൂ വീഡിയോ കോൾ ഞാൻ കണ്ടായിരുന്നു അപ്പാർട്ട്മെൻറ്റ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഒരു 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോയി കാണണം. അല്ലാതെ ഒരു വീഡിയോ കോളിൻ്റെ പുറത്ത് നമുക്ക് ഓക്കെ പറയാൻ ഒരിക്കലും പറ്റത്തില്ല. കാര്യം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലാണെങ്കിൽ കൂടി ഒത്തിരി ലൈക്ക് സ്കാമും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ലെജിറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രൊസീഡ് ചെയ്യാവുള്ളൂ മുമ്പോട്ട്. അപ്പോൾ അതൊന്ന് നേരിട്ട് പോയി കാണണം ഈ അപ്പാർട്ട്മെൻറ്റ്. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരണം. അതാണ് ഇപ്പോഴത്തെ അസഫ് നൗ ഒരു പ്ലാൻ. എനിക്കിപ്പോൾ ഒരു 10 minutes ഉണ്ട് റെഡിയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് പുറത്ത് പോയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇവിടുത്തെ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം പ്ലസ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് വ്യൂയിങ് അത് സെറ്റ് ആവോ ഇല്ലയോ, അത് ഫിക്സ് ആവോ ഇല്ലയോ എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. പോയി കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യാം. Oh, that's fine. I need a reaction. Oh my god. How are you? I'm good. How do you feel so far? I don't know. There used to be a court. There used to be a court. അങ്ങനെ അപ്പാർട്ട്മെൻ്റ് ഒക്കെ പോയി കണ്ടു. പിന്നെ വർക്ക് പ്ലേസിൽ പോയി ഷാമിനെ മീറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ അപ്പാർട്ട്മെൻറ്റിന് ആക്ച്വലി ഓക്കെ പറഞ്ഞായിരുന്നു, ബിക്കോസ് ഐ ലവ് ദാറ്റ് അപ്പാർട്ട്മെൻറ്റ് സോ മച്ച്. ഒത്തിരി വലിയ ബിൽഡിംഗ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു 4 story ബിൽഡിംഗ് ആണ്. പിന്നെ ആ നെയ്ബർഹുഡൊക്കെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. പ്ലസ് എനിക്ക് വണ്ടി ഇല്ലാത്തത് കൊണ്ട് ലൈക്ക് ഐ ഡിഡ്ന്റ് ബ്രിങ് മൈ കാർ ടു ആൽബർട്ട, ഓൾ ദ വേ ടു ആൽബർട്ട ഫോർ ഷുവർ. അപ്പോൾ എനിക്ക് ബസ്സിൽ തന്നെ റിലൈ ചെയ്യേണ്ടി വരും. അപ്പം അതാണേലും ഒരു 5 minutes 10 minutes വാക്കിംഗ് ഡിസ്റ്റൻസിൽ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും നല്ല ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. പ്ലസ് എനിക്ക് കിട്ടിയ അപ്പാർട്ട്മെൻറ്റ് മേറ്റ്സ് ആണെങ്കിൽ പോലും ഭയങ്കര നല്ല ആൾക്കാരായിട്ട് എനിക്ക് തോന്നി. സോ ഐ ഡിഡ്ന്റ് ഹാവ് എ ചോയ്സ്, ലൈക്ക് എനിക്കതിന് ഓക്കെ പറഞ്ഞേ പറ്റുമെന്ന് എനിക്ക് തോന്നി. പ്ലസ് ഒരു 2 BHK അപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പം അതിന് എൻ്റെ റൂമിൽ എനിക്ക് റെൻറ്റ് വന്നത് $700 per month ആണ്. ദാറ്റ് വാസ് ഇൻക്ലൂഡിങ് ഓൾ ദി യൂട്ടിലിറ്റീസ് ആൻഡ് എവറിത്തിങ്. സെപ്പറേറ്റ് വാഷ്റൂമും ഒക്കെ ഉണ്ട്, വിച്ച് ഇസ് എ ഗ്രേറ്റ് ഡീൽ ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് ഓക്കെ പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ ലീസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ലീസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് ഇനി അവർ നമ്മുടെ ക്രെഡിറ്റ് ചെക്ക്, ബാക്ക്ഗ്രൗണ്ട് ചെക്കും കാര്യങ്ങളും എല്ലാം നടത്തും. അതിന് 2-3 ദിവസം എടുക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒബ്വിയസ്ലി ലൈക്ക് അത്ര വലിയ ബാക്ക്ഗ്രൗണ്ട് മോശമൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തായാലും അപ്പാർട്ട്മെൻറ്റ് അപ്രൂവ് ആയി കിട്ടും.